പെരുമ്പാവൂർ നഗരത്തിലെ ശുചിമുറികൾ കേന്ദ്രീകരിച്ച് അനാശാസ്യം. നടത്തിപ്പുകാരൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അമൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അനാശാസ്യ കേന്ദ്രത്തിൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള റെയ്ഡ് ഉണ്ടാകുന്നത്. ഏതാണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ച് ശക്തമായ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു. അത് പ്രധാനമായും ലോഡ്ജ് മുറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ലോഡ്ജ് മുറികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമായതോടുകൂടിയാണ് ശുചിമുറികൾ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കിഴക്കമ്പലം സ്വദേശിയായിട്ടുള്ള ജോണിയെയും ബീഹാർ സ്വദേശികളായിട്ടുള്ള 2 അന്യസംസ്ഥാന തൊഴിലാളികളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ നാട്ടുകാർക്കെല്ലാം വല്ലാത്ത ഒരു ആശ്ചര്യം തന്നെയാണുള്ളത്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ തെങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത്, ആയിരക്കണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അനാശാസ്യ പ്രവർത്തനം നടന്നതെന്നാണ് പറയുന്നത്. 3 മുറികളായി തിരിച്ചുകൊണ്ടാണ് ഈ ശുചിമുറി അനാശാസ്യ കേന്ദ്രമാക്കി മാറ്റുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള, പെരുമ്പാവൂർ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ബോഡിയുടെ കീഴിലാണ് ഈ അനാശാസ്യ കേന്ദ്രം ഉണ്ടായിരുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തിക്കായിരുന്നു ഇതിന്റെ നടത്തിപ്പ് ചുമതല. ഈ സ്വകാര്യ വ്യക്തിയെ അടക്കം ഇതിന്റെ അകത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് പോലീസ്. ഉന്മേഷ്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.